മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. Yo, what is up people? It's me Sanju this side. Guys, നമ്മളിപ്പോ മുട്ടം ബ്ലോക്കിൽ വിട്ട് കിടക്കാം. അപ്പുറത്ത് ഇപ്പുറത്ത് പുറയിലും ഫ്രണ്ടിലും എല്ലായിടത്തും ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ നിക്കളിയൻ ഉണ്ടല്ലോ, നിക്കളിയന്റെ 100K സെലിബ്രേഷൻ പ്രമാണിച്ച് വലിയൊരു പാർട്ടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വലിയ വലിയ പ്രമുഖരായിട്ടുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ പെട്ട് കിടക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചങ്ക് ബ്രോസ് ഉണ്ട്, ഇത് ഷൈനാണ്, പുറയിലായിട്ട് ആദ്യമുണ്ട്, പിന്നെ കുറെ ഗേൾസും കുറച്ച് ആമ്പിളേരൊക്കെ ഉണ്ടല്ലോ, ചെറിയ റീയൂണിയൻ സെറ്റപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകാൻ പോകും. പക്ഷേ ഈ ബ്ലോക്ക് കാരണം നമുക്ക് പോകാൻ പറ്റില്ല. ഇനി നേരെ ഒന്ന് വിറകിന് വിളിക്കണം, വിറകുമായിട്ട് നേരെ പാർട്ടി സ്ഥലത്തോട്ട് പോകണം. അങ്ങനെ നമ്മുടെ വിറക് വന്നിരിക്കുവാണ് കേട്ടോ. ഓ, ഇനി ഒന്നും പറയണ്ട ഗായ്സ്, നിങ്ങൾ തന്നെ കണ്ടല്ലേ എന്നെ അന്യ ബ്ലോക്ക് ആണെന്ന് അറിയാം. നമ്മുടെ ഷൈൻ ബോയിനെ അവന്മാരെ കൊണ്ട് ആക്കണം, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഫുൾ ഓണല്ലേ, പിന്നെ അവിടെ പാർട്ടിയാണ്, നിക്കളിന്റെ 100K ചെലവാണ് ഉത്തേ. നമുക്കിന്ന് പൊളിക്കും ഗായ്സ്, ഞങ്ങളിന്ന് പൊളിക്കും. ഓക്കെ, അപ്പൊ ഇനി സമയം കഴിയണ്ട, നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ള എല്ലാവരും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ് ഒരു രക്ഷയില്ല. നിക്കളിയൻ ലോഗോയൊക്കെ വരെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റാണ് മൊത്തത്തിൽ. നമുക്ക് പോണ വഴിക്ക് ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഏതെങ്കിലും വെക്ക്. ഗായ്സ് നമ്മളങ്ങനെ നിക്കളിയൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവന്മാര് ഇപ്പൊ എന്നെ തെറി വിളിക്കും. ഗായ്സ് ഒരുത്തിന് ഓടി വന്നെ കേട്ടോ. സോറി അല്ലേ, ഭയങ്കര ലേറ്റ് ആയി. സോറി അല്ലേ, ഞാൻ നമ്മുടെ ചങ്ക് വിറക്. ഹലോ, വിറകിനറിയാലോ. അവിടെ എന്താ പരിപാടി? പൊന്നല്ലേ, ഡാൻസ് കളിക്കാനായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ നടന്ന് കളിക്കണം, ആരും കളിക്കണ്ട, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോ ഇവരുടെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ആരൊക്കെയാണെന്ന് പറയാതെ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഇത് രതീഷ് ബ്രോ ആണ്. ബ്രോ നമ്മുടെ കാർത്തിക് ബ്രോ അടിയോ, നമ്മുടെ ഹമ്പിളിയർക്കനാണ്. നമ്മുടെ അമൽ അമലോ അടിച്ചുപോയി. ഞാൻ അടിച്ചുപോയി. ഇത് അമലല്ല, ഇത് അജിത്താണ്. അജിത്ത് അടിയാ, ഇങ്ങോട്ട് മാറുപോയി. ഓക്കെ, നമ്മുടെ ഫവാസ് അല്ലേ, നമ്മുടെ അപ്പൊ നിക്കളെ ഇങ്ങോട്ട് കാണിച്ചു. നിക്കളെ ഇവിടെ നിന്ന് പാവം ലൈറ്റൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നിക്കളെ കാണിച്ചു ഗൈസ്, പാവൻ നിക്കളേനെ അവിടെ നിന്ന് എന്നെ കാണിക്കണ എന്തായാലും ഒക്കെ എവിടെ ലൈറ്റൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ഇന്നെ കാണിച്ചു. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിത് നമ്മുടെ ചെറുക്കന് ഒരു ചലഞ്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവന് 6 മാസത്തിനുള്ളിൽ 6 പാക്ക് വരുത്തുമെന്നാ പറയണം. ജൂൺ 1 മുന്നേ. ജൂൺ 1 മുന്നേ 6 പാക്ക് വരുന്ന നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ 5 വീഡിയോ എന്ന് പറയുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഞാൻ 6 പാക്ക് വരുത്തില്ല. ജൂൺ 1 മുന്നേ 6 പാക്ക് വരുത്തില്ല. എന്റെ പാതി മുടി പാതി മീശ ഞങ്ങൾ പഠിച്ചിട്ട് ഒരു മാസം ഇങ്ങനെ ഒരു കാര്യം കിട്ടും. എല്ലാത്തിനും ഞാനും നിക്കളിതിനെ പറയുന്നത്. ഞാനെവിടെ ഉണ്ട്, നിങ്ങളെവിടെ ഉണ്ട്? നമ്മൾ ചങ്ക് ബഡീസല്ലേ. ഇങ്ങോട്ട് വാടാ പട്ടി, ഇങ്ങോട്ട് വാടാ എടാ. ഞാൻ ഇപ്പം 6 പാക്ക് വരുത്തി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞാൻ സന്തോഷിക്കണ്ട, എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. ഞാനല്ലേ ഞാൻ മെഴുകുതിരി കത്തിക്കും. അമ്മൂമ്മേടം കത്തിക്കണ്ട, വേറെ എന്തെങ്കിലും പറ. ഞാനല്ലേ? നീ എന്താ പറഞ്ഞത് സഞ്ജുവേ?
5 വീഡിയോ ഷൗട്ട് ഔട്ട് തരും അല്ലേ? അത് പറയാൻ പറ്റത്തില്ല. നീ 5 വീഡിയോ അല്ലേ? നീ 5 വീഡിയോ കാർത്തിക് സൂര്യ അടിച്ചോണ്ട് നടക്കാൻ പറ്റും. നീ 5 സ്റ്റിക്കർ അല്ലേ? 5 സ്റ്റിക്കർ അടിച്ചു പോയി 5 വീഡിയോയിൽ നീ ഡേ ടു ഡേ എന്ന് പറയും അല്ലേ? ഞാൻ D2D എന്റെ വണ്ടിയിലൊട്ടിക്കും. ഉറപ്പാണോ? ഒരു വർഷം ഞാൻ പറഞ്ഞ മറ്റേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ട് വ്ലോഗ് എഴുതിയാൽ മതി. അത് വേണോ? ഒരു വർഷം വേണോ? ഡേ ടു ഡേ അത് വേണോ? ഡേ ടു ഡേ ഒരു വർഷം വേണോ? ഒരു വർഷം ഒക്കെ ഇപ്പൊ ഭയങ്കര പോട്ടെ ഞാൻ 6 മാസം നീ ഡേ ടു ഡേ വലിയ ഡി ടു ഡി ഇതിവൻ ചെയ്യും. ഇവ വീഡിയോ എടുക്കുമ്പോ ഞാൻ പറഞ്ഞോണ്ട് ഇതിവൻ ചെയ്യും. കാര്യല്ലേ? നിങ്ങൾ ചെയ്യുകയോ ഇല്ല. അതാണ് ഒരു കാര്യം വേണ്ടേ? ഇവൻ 5 വീഡിയോയിലാണ് പറയുന്നത്, ഞാൻ 10 വീഡിയോയില് ഇത് ചെയ്യും. പോരെ? 10 വീഡിയോയില് ഡ്രീം വണ്ടിയിലൊട്ടിച്ച് വലിയ അക്ഷരത്തിൽ ഒട്ടിക്കണം. കാണിക്കുക. ഞാൻ ഒട്ടിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാരും ഉറപ്പാണല്ലോ. എടാ എന്നെ പൊളിയായിട്ട് കാണണം. അപ്പൊ അളിയ നമ്മുടെ അമ്പിളിയെ ഞാൻ ആദ്യമായിട്ട് കാണണം. സന്തോഷമുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നോണ്ട് തന്നെ നീ ഒരു പാട്ട് പാടിയേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നിന്റെ യുക്തിക്ക് എടുത്തോ നീ. ഓക്കെ, അപ്പൊ സഞ്ജു മച്ചാന്റെ ചാനലിൽ ആദ്യമായിട്ട് വരാൻ പറ്റിയാലും ഇപ്പൊ പാട്ട് പാടാൻ സാധിച്ചാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ശബ്ദം നൽകി സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്തോ തമിഴോട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ടാണ്. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ, നീരുക്കുൾ മൂழ்கிடுத்தாமரை, சட்டென்று மாறுது வானிலை, பெண்ணே உன்மேற்பிழை, ஓ நில்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடுத்தாரகை, பொன்மண்ணும் சூடிய காரிகை, பெண்ணே நீ காஞ்சனை, ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை உயிரை நீ ஏந்தி, ஏ சென்றாய் சென்ற என்னை தாண்டி, இனி நீதான் எந்த நந்தாதி. അടിപൊളി പോയാണ് കേട്ടോ. വേറെ ലെവല് പാട്ടാളിയാ. ഇനി അജിത്തിനെ കൊണ്ട് പാട്ട് പാടിക്കും. പാട്ട് പാട്. എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല. നിനക്ക് എന്തായാലും കഴിവ്. എന്തുവാ നിന്റെ കഴിവ് പാടും എനിക്ക് വേണ്ടി. അതിപ്പോ പാട്ട് പാടില്ലെങ്കിൽ ഞാൻ കൊറേ സത്യമൊക്കെ വിളിച്ചു. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. എടാ എന്തായാലും കാണിക്കുന്നു നിന്റെ കഴിവ് എന്തുവാ? അയ്യോ ഞാൻ പാടത്തില്ല. പാട് മൂള് എന്തായാലും ഫോൺ റിവ്യൂ ചെയ്യാം. നമ്മൾ ലൈവായിട്ട് 1+60 റിവ്യൂ ചെയ്യാൻ പോണേ. പറഞ്ഞോ പറ. അടിച്ചു പോവാ ഗൈസ്. ഇത് നമ്മുടെ സഞ്ജു ടെക്കിയുടെ OnePlus ഏതാണ്? 60 ആണ്. 60 പൊളിച്ചൊക്കെ നോക്കിയാലോ? ഇത് മൊത്തം തകർന്നിരിക്കും. ഇത് എങ്ങനെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്? എന്തായാലും അടിപൊളിയല്ല. അതാണ് അതിന്റെ പെർഫോമൻസ് നോക്കി. എടാ എന്തേലും പറയണം. എന്നാലും സഞ്ജു ടെക്കി അതുകൊണ്ട് അടിപൊളി ഫോണാണെന്ന് പറയാം. നല്ല ഫോൺ. സഞ്ജു ടെക്കിയുടെ ആ അഴകല്ല ഈ ഫോണിന് വന്നിട്ടുണ്ട്. ചില്ല് കണ്ടാൽ തന്നെ അറിയാം. ഇതെന്താണോ വാൾപ്പ്? അത് സ്മൈലി. സ്മൈലി അത് ആങ്കർ വേണമെന്നല്ലോ. പോവാൻ പറ്റില്ല. എന്നാ പിടിച്ചോ. എന്നാലും കൊള്ളാന്ന് നമ്മുടെ ചെറുക്കന്റെ ചാനലിനെ എല്ലാം സെറ്റ് ചെയ്തേക്കണം. കേട്ടല്ലോ? എന്നാ സെറ്റ് ചെയ്യുന്ന കാര്യം ഓടിച്ചോടുന്ന കാര്യമാണോ? ഓക്കെ ഓക്കെ. നെവറൊക്കെ ഇങ്ങോട്ട് വെട്ടടിച്ചേ. എടാ നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനോ? നല്ലൊരു മനുഷ്യനാണ്. ഏറ്റവും നല്ലൊരു യൂട്യൂബർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും സത്യം. ഉമ്മ പ്ലീസ്.
അത്രയുള്ള നിനക്ക് പറയാം. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ടല്ലേ? ശ്രമിക്കാറുണ്ട്, പക്ഷെ ഇവനെ പോലെ നമുക്ക് ദിവസം 5 മണിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഇടാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോക്കും ലൈക്ക് അടിക്കാറുണ്ട്. അടുത്ത ചാൻസ് ഇങ്ങോട്ട് പറടാ, നിനക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പറയാനാ, നിങ്ങളിത് കാണുന്നില്ല ഗൈസ്, അടിച്ചുപോയി മൊത്തത്തിൽ അടിച്ചുപോയി. നമ്മുടെ ഗൈസ് ഇങ്ങോട്ട് ഗൈസ്, ഞാൻ ചാനല് നല്ലപോലെ ഇടിക്കുന്നു ഗൈസ്. നമ്മൾ ചാനൽ തുടങ്ങി തൊട്ട് ആദ്യമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ചങ്ക് ബ്രോ, രതീഷ് ബ്രോ. ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഗൈസ്. വീഡിയോ കാണുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ, മുടിയൊക്കെ കുറവാണ്, എന്നാലും കാണുന്ന അടിപൊളിയാണ്, പേഴ്സണാലിറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ ബ്രോ കണ്ടതിൽ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ല? പിന്നെ പക്ഷെ ഒട്ടും സന്തോഷമല്ല കാര്യം പറയാം. ഇവനിവിടെ ഇവന്റെ നാട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ 2 മണിക്ക് വന്ന്, ഇവൻ വന്നത് 8 മണിക്കാണ്. 6 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇറക്കി. ഇത്ര വലിയ പുളിഞ്ചോട് വേറെ ഒന്നും ഇല്ലാന്നാണ് ബ്രോ. അതെന്താ ഗൈസ്, എന്താ സീനെന്ന് പറയാം, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ വന്നില്ലേ, സ്വന്തം നാട്ടിൽ നേരത്തെ വരണ്ടേ? അത് ശരിയാണ്, എന്നാലും നമ്മള് ഒരു പെട്ടുപോയതുകൊണ്ടാണ് പറയുന്നു. എന്തായാലും സന്തോഷമായല്ലോ, എല്ലാവർക്കും സന്തോഷമായില്ലേ? അബ്ദുൽ മുസീഷ്യൻ അവിടെ നിന്ന് എന്താണ് കാണിക്കുന്നത്? അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇനി എന്താണ് പരിപാടി? നമ്മുടെ മീനും ചിക്കനും ഒക്കെ കൂടി ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അതൊക്കെ കഴിക്കണം. ഇവന്മാര് നിങ്ങൾ മീൻ പിടിക്കാനുണ്ടായിരുന്നു? ഇവിടെ മൊത്തം മീൻ പിടിക്കാനുണ്ടായിരുന്നു. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് മീൻ പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും മീൻ കഴിക്കാനും ഗ്രില്ല് കഴിക്കാനും ഒക്കെ അത് നമ്മൾ കാണുന്നതാണ്. എന്നത്തെ പോലെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോ നമ്മുടെ ഇങ്ങോട്ട് വാ നിക്കളെ ഇങ്ങോട്ട് കാണിക്ക്. നിക്കളെ അവിടെ അല്ല, ഇവിടെ കാണിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോ സുഹിത്തേട്ടൻ അവിടെ കാണും. അതെന്താണെന്ന് അറിയാമല്ലോ, അവിടെ കാണും. അതുകൊണ്ട് തന്നെ സംഭവം അത് തന്നെ. ഇത് കുമ്മിടിയാണോ? അവിടെ കാണും, ഇവിടെ കാണും, എല്ലായിടത്തും കാണും. ബ്രോ ഇതെന്തോ സംഭവം? ബ്രോ ഇതെന്തോ ഉണ്ടാക്കണം? എന്തോ നോർമൽ ഗ്രില്ലാണോ അതോ വേറെ എന്തെങ്കിലും ഒരു മഞ്ഞ സ്പെഷ്യൽ മസാലയാണ്. ആ മസാലയാണ് മാരിനേറ്റ്. ബ്രോയുടെ റെസിപ്പിയാണോ? ബ്രോക്ക് മാത്രമുള്ളതാണോ അതോ? അതെ, ഈ റെസിപ്പി തരാൻ കിട്ടില്ല. ഉറപ്പാണ്. എന്തായാലും കഴിച്ചിട്ട് നമ്മൾ പറയാം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ പൊളിയാണോ? കുമ്മനടിച്ച് കഴിക്കാതെ ആരും കേട്ടല്ലോ. നമ്മുടെ നിക്കളീന്റെ അമ്മേനെ കാണിക്കാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. നിക്കളീന്റെ അമ്മ വന്നപ്പോ തന്നെ എന്നോട് പറയാം, നിന്റെ ആരാണ് വിളിച്ചത്? മൈൻഡ് നോക്കിയേ, നമ്മളെപ്പോഴും കണ്ടപ്പോഴും എന്നോട് പറയണ കണ്ടില്ലേ? ആരും വിളിച്ചില്ല, ഓടി വന്നതാ. നമ്മള് വിളിക്കേണ്ട കാര്യമുണ്ടോ? വിളിക്കേണ്ട കാര്യമില്ലല്ലോ. സൈക്കിള് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് ചവിട്ടാൻ വേണ്ടിട്ട്. അത് ഞാൻ എന്തായാലും സൈക്കിൾ ചവിട്ടാൻ തരാം. എന്തായാലും ഞാൻ വന്നത് സന്തോഷമാണല്ലോ. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഗ്രില്ലൊന്നും കഴിഞ്ഞില്ല. ഇവന്മാർ ഇപ്പോഴേ അതൊക്കെ റാഞ്ചുമാണ് എല്ലാം കൂടെ ഇരുന്ന്. എനിക്ക് ഇതിൽ അല്ലെങ്കിൽ ഞാനും കൂടെ ഇത്തിരി റാഞ്ചാണ്. ആളിയ അടിപൊളിയാണ്. ബ്രോ അടിപൊളിയാണ്. ഇനിത് ബാക്കി ഉണ്ടെങ്കിൽ തരാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. എടാ അവിടെ അല്ല, ഫുഡ് അടി ഇവിടെ. ബാ എല്ലാരും അവിടെ ഇരിക്കുവാണ് ഫുഡ് അടി. അവിടെ ഇൻട്രോ എടുത്ത് കളിക്കുന്നു കാർത്തിക്കിന്റെ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ എനർജി ഉണ്ട്. ആ ഒരു എനർജിയാണ് കാർത്തിക്കിന്റെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ നമുക്ക് കാർത്തിക്കിന്റെ ഏണിങ്സ് എത്രയാണ്? കാർത്തിക് അത് വെറുതെ ഒരു ഏണിങ്സ് പറഞ്ഞിട്ട് അല്ല, കാരണം കാർത്തിക് മറ്റുള്ളവരെ പോലെ ഡെയിലിടുന്ന ആളല്ല. രതീഷ് ബ്രോ അവിടെ വേറൊരു വ്ലോഗ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാത്തത്. നമ്മളവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ ഏണിങ്സ് അത് നിനക്ക് പിന്നെ ചോദിച്ചിട്ട് കാര്യമുണ്ട്. ഞാനൊരു ചെറിയൊരു അല്ല വേണം, ഞാൻ പറയണില്ല. ഓക്കെ, നിങ്ങൾ ഞാൻ കളിയാക്കണമെന്ന് പറയും. ഓക്കെ. പിന്നെ എന്താ പറയുക, 5ാമത് യൂട്യൂബിൻ്റെ തന്നെ സാധനം സബ്സ്ക്രിപ്ഷൻ, അതായത് ജോയിൻ ബട്ടൺ, മനസ്സിലായി, പെയ്ഡ് വേർഷൻ. അതായത് നമ്മൾ കേബിൾ ടി വിക്ക് പൈസ കൊടുക്കുന്നതിൽ അതപ്പോൾ അവിടെ ഒരു ബാഡ്ജ് കിട്ടും അവർക്ക്. അങ്ങനെ നമ്മൾ ഓരോ ക്രിയേറ്ററിനനുസരിച്ച് നമുക്ക് ബാഡ്ജുകൾ കൊടുക്കാൻ പറ്റും. സോ അവർക്ക് നമ്മുടെ എന്താ പറയുക, ഫേസ്ബുക്കിൽ കാണുന്ന കണ്ട ഫോളോ അല്ല, കുറേ ആൾക്കാർ അപ്പോൾ ഇപ്പോൾ ഇത് എടുക്കുന്നുണ്ടോ മലയാളികൾ? അത്
സ്പേസ് ഉണ്ടല്ലോ. സൂപ്പ് ഉണ്ടല്ലോ അല്ലേ? മതി ചിക്കൻ സൂപ്പ് മതി. സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ആക്ച്വലി ചെറുതാണെന്നൊന്നും എനിക്കറിയാമല്ല, എഡിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പറയണം. കാരണം എന്തായാലും നമ്മുടെ നിക്കളിന്റെ 100K സെലിബ്രേഷൻ വേറെ അപ്പോൾ ഗൈസ് എനിക്ക് ഇത്ര പറയാനുള്ളത്. ദാറ്റ് ഈസ് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈൽ കാണുന്ന ബെല്ലൈക്കൺ എന്ത് ചെയ്യണം, അന്ന് അടിച്ചു പൊട്ടിക്കാം. എന്നാൽ മാത്രം നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ.